സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അവസാനിക്കുകയാണ്. നിരോധനത്തിന് ശേഷം ബോട്ടുകൾ ഇന്ന് അർദ്ധരാത്രിയോടെ കടലിലേക്ക് പുറപ്പെടും. വറുതിയുടെ ദിവസങ്ങൾക്ക് ശേഷം ട്രോളിംഗ് അവസാനിക്കുമ്പോൾ കേരളത്തിന്റെ തീരമേഖലയിൽ നിന്ന് ഏതാണ്ട് 4000-ഓളം ബോട്ടുകൾ ആണ് മത്സ്യബന്ധനത്തിനായി ഇന്ന് പുറപ്പെടാൻ തയ്യാറെടുക്കുന്നത്. പ്രതീക്ഷകളോടെ കടലിന്റെ സമൃദ്ധിയെ വീണ്ടും ആശ്രയിക്കുമ്പോഴും കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളും കാലാവസ്ഥ ആശങ്കയും മത്സ്യത്തൊഴിലാളികളെയും ബോട്ട് ഉടമകളെയും ഒരുപോലെ അലട്ടുന്നുമുണ്ട്. 50 മാസം നീണ്ട ട്രോളിംഗ് നിരോധനം അവസാനിക്കുകയാണ്. 1-ാം തീയതിയോടുകൂടിയ വീണ്ടും ബോട്ടുകൾ കടലിലേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്തെ കാളമുക്ക് എന്ന് പറയുന്ന ഹാർബറാണ്. ഇവിടെ നിരവധിയായ ബോട്ടുകൾ ഇവിടെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ സർവീസുകൾ നടത്തുന്നുണ്ട്. ഉപജീവനത്തിന് വേണ്ടി നിരവധി സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ ഒന്ന് തൊഴിലന്വേഷിക്കുന്ന നിരവധിയായ ആളുകളുണ്ട്. കൂടുതലും തമിഴ്നാട്, പ്രത്യേകിച്ച് കുളച്ചൽ, കന്യാകുമാരി, ട്രിച്ചി തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന നിരവധിയായ തൊഴിലാളികൾ ഇവിടെയുണ്ട്. ഇവിടെ കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുന്നു. അതോടൊപ്പം തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് കൂടി ഇതിൽ പങ്കാളികളാകുന്നു. കഴിഞ്ഞ ഏതാണ്ട് ഒരു 1.5 മാസത്തോളമായ ഒരു സമയമെന്നത് ഈ തൊഴിലാളികൾ ചിലരെങ്കിലും വീട്ടിലേക്ക് പോയിരുന്നു. വീട്ടിലേക്ക് പോയിട്ട് മടങ്ങി വരികയായിരുന്നു ഈ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്. അവർ പലർക്കും തന്നെ ഇത് ഒരു സംശയവും വേണ്ട. തൊഴിലാളികൾക്ക് ഇത് വറുതിയുടെ നാളുകളായിരുന്നു. കാരണം അവരുടെ ഒരു ഉപജീവന മാർഗമായ അവിടെയാണ് ഈ ട്രോളിംഗ് നിരോധനം എല്ലാം തന്നെ. അത് ഒരു മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വാഭാവികമായും വരുത്തുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിനിടയിൽ ഈ സംഭവിക്കുന്നത് ചിലരെല്ലാം തന്നെ മറ്റു തൊഴിലുകൾക്ക് പോകുന്നു. പക്ഷേ മത്സ്യത്തൊഴിലാളികളായിരുന്നവർ ഇത് മറ്റു ഉപജീവന മാർഗങ്ങളിലേക്ക് തിരിയാൻ കഴിയാതെ പോകുന്നവരുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ സ്വാഭാവികമായി ഇവർക്കൊരു വറുതിയുടെ നാളുകളായിരുന്നു എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. 50 ദിവസം കഴിഞ്ഞ് നാട്ടിൽ നിന്നിട്ട് വന്നിരിക്കുകയാണ്. ഇന്നലാണ് വന്നത് പണിക്ക് പോകാൻ. വന്നിട്ട് പണി നോക്കുന്നുണ്ട്. പണിക്ക് പോകാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും. കുറെ ആൾ പണിക്ക് പോയി, കുറെ ആൾ പണിക്ക് പോകാതെ റെസ്റ്റ് എടുത്തതാണ്. അവിടെ 100 ആൾ ഉണ്ടെങ്കിൽ 90 ആൾ പണിക്ക് പോകും, 10 ആൾ റെസ്റ്റ് എടുക്കും. ഈ ആളുകൾ പണിക്ക് പോയ ആളാണ്. തൂത്തുകുടിയെല്ലാം പണിക്ക് പോയ ആളാണ്. നമ്മൾ പണിക്ക് പോയില്ല, അങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നു. ഇന്നത്തെ ദിവസം കട വാങ്ങി മേടിച്ച് കളിച്ചതില്ലേ. പണിക്ക് പോയാൽ അത് വീട്ടാൻ പറ്റുള്ളൂ, കട വാങ്ങി വീട്ടാൻ പണി പോയിട്ട്. ഈ 1.5 മാസമെങ്കിൽ 1 ലക്ഷം കട ഉണ്ടാവും. അവിടെ ഈ സമയത്താണ് നമ്മുടെ പെരുന്നാളെ വരും. പെരുന്നാളൊക്കെ ഈ സമയത്ത് കല്യാണം അവിടെ കൂടുതലുണ്ടാവും. എന്തായാലും ഈ ദിവസങ്ങളിലെല്ലാം തിരിച്ച് വീണ്ടും കടലിലേക്ക് പോകാനുള്ള, മത്സ്യബന്ധനത്തിന് പോകാനുള്ള വിപുലമായ രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് ഓരോ ഇടങ്ങളിലും എല്ലാം തന്നെ നടക്കുന്നത്. വല ഒരുക്കുക, അതോടൊപ്പം അതിന്റെ കേടുപാടുകൾ പരിഹരിക്കുക, ഒപ്പം തന്നെയും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് ബോട്ടുകൾ കടലിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ട രീതിയിലുള്ള സജ്ജീകരണങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട്. വലിയ രീതിയിലുള്ള ഒരു മത്സ്യബന്ധനത്തിന് വേണ്ടിയുള്ള വലിയ തയ്യാറെടുപ്പുകളടക്കം പൂർത്തിയാക്കണം. വലകൾ, കയറുകൾ, അതോടൊപ്പം തന്നെ ഭക്ഷ്യ സാധനങ്ങൾ ഇതെല്ലാം തന്നെ കരുതി കടലിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് നമ്മളിവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ചകളെല്ലാം. മറ്റ് ഇടങ്ങളിൽ നിന്നെല്ലാം തന്നെ വരുന്ന ആളുകളുണ്ട്, തൊഴിലാളികൾ. അവരെല്ലാവരും ഓരോ ദിവസങ്ങളിലായിട്ട് ഈ ദിവസങ്ങളിൽ ഇവിടേക്ക് എത്തിയിരിക്കുന്നു. നിങ്ങൾ ഇവിടെയാണോ? അതെ അതെ, ഇവിടെ തന്നെ. 50 ദിവസം പൂർത്തിയാവുന്നല്ലേ? പിന്നെ കഴിഞ്ഞ് എത്തുന്നു. തിരിച്ച് ജോലിയിലേക്ക് കയറുന്നതിന് ഒരു സന്തോഷമുണ്ട്. സന്തോഷമില്ല. 1.5 മാസം ഇവിടെ പണിക്കാർ ഇവിടെ ഒരു പണിയില്ലാതെ കഴിയുന്ന ഇവിടെ അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമുക്ക് കടം മാത്രം ഇവിടെ എല്ലാവരും സംസാരിക്കുമ്പോൾ അത് തന്നെ പറയുന്നത്. വേറെ വള്ളക്കാർക്കും പണിയുമില്ല, പണിയൊക്കെ മോശമായിരുന്നു. പണി ഇത് പിടിച്ചോണ്ടിരിക്കല്. കുറെ മഴയില്ല, കടലും വെളിയിട്ടില്ല. ഇപ്പൊ ഈ പക്ഷേ ബോട്ടുകാരുടെ പണികൾ കണക്കായിക്കൊള്ളുന്നതില് മഴയില്ല, കടലെളിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇനി ഇപ്പൊ വരുമ്പോ അറിയാ ഇനി ഉണ്ടാവും എന്താക്കുന്നത് എങ്ങനെ പറയാൻ പറ്റില്ല. പണ്ടത്തെ പോലെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു പണിയാണ് ഇപ്പൊ നടക്കാനാണ്. അതോടെ ഉറപ്പിച്ച് നമുക്കൊന്നും പറയാൻ പറ്റാത്ത പണിയല്ല. ഇടങ്ങളിൽ നിന്ന് തൊഴിലാളികൾക്ക് ഒരുപാടുണ്ടല്ലേ? ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരുപാട് പേരുണ്ട്. ഭൂരിഭാഗം പേര് അവരാണ്. അവരെ ഉപയോഗിച്ചാണ് അതിനെന്ന് പോണത്. അവർക്കെങ്ങനെ ഈ മാസങ്ങളിലൊക്കെ അവരിവിടെ ഉണ്ടായിരുന്നു? അവര് കുറച്ചുപേരുണ്ടാവും. കുറച്ച് കഴിഞ്ഞ തുടങ്ങി എല്ലാവരും എല്ലാവരും വന്നിട്ടുണ്ട് ഇവിടെ. അതാണ് അർദ്ധരാത്രിയോടെ. അതെ, ഏതായാലും തികഞ്ഞ പ്രതീക്ഷകൾ തന്നെയാണ് എല്ലാവരുടെ മുഖത്തുള്ളത്. നിറഞ്ഞ ചിരിയാണ്. ഒരു നല്ലൊരു കാലം ഇത് ട്രോളിംഗ് നിരോധനത്തിന് ശേഷം വരുമ്പോൾ അങ്ങനെ ചാകരയുടെ ഒരു കാലം, ചാകരക്കാലം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു പ്രതീക്ഷയാണ് എല്ലാവരുടെ മുഖത്തും നിറഞ്ഞു നിൽക്കുന്നത്. കേരളത്തിന്റെ വിവിധ തീരമേഖലകളിൽ നിന്നെല്ലാം തന്നെ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം മത്സ്യബന്ധനത്തിന് പോകാനുള്ള വിപുലമായ തയ്യാറെടുപ്പുകൾ തന്നെയാണ് നടക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ജാനി പോൾ, ന്യൂസ് 18.
യെസ്, ഇപ്പോൾ ഡാനി ചേരുന്നുണ്ട്. ഡാനി, ഇന്ന് ന്യൂസ് ടൺസ് ആരംഭിച്ചത് പാലക്കാട്ടെ കർഷകരുടെ ദുരിതത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഓണക്കാലമാണ്, പക്ഷേ അവർക്കിപ്പോഴും പണം ലഭിച്ചിട്ടില്ല നെല്ലിൻ്റേത് എന്നതാണ്. അങ്ങനെ ഒരു വറുതിക്കാലം എന്തായാലും ഈ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അവസാനിക്കുന്നു എന്ന് അവർ പ്രതീക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് മീനിന് വലിയ വിലയാണ് ഇപ്പോൾ നൽകേണ്ടതായി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞതോടെ കൂടുതൽ മത്സ്യ വിഭവങ്ങൾ നമ്മുടെ അടുക്കളകളിലേക്ക് എത്തുന്നു. അവർ വലിയ പ്രതീക്ഷയിലാണ്. അപ്പോഴും ചിലരൊക്കെ കടമായിരുന്നു, അതൊന്നും വീട്ടാനുള്ള തുകയിലേക്ക് എത്തില്ല എന്ന് പരാതിയും പരിഭവവും പറയുന്നതും കേൾക്കാമായിരുന്നു. അഭിലാഷ്, ഒരു പ്രതീക്ഷകളുടെ ഒരു കാലത്തിലേക്കാണ് അവരിന്ന് കടലിലേക്ക് ബോട്ടിറക്കുന്നത്. അതിലൊരു സംശയവും വേണ്ട. കാരണം 1.5 മാസക്കാലം, ഏതാണ്ട് 52 ദിവസമായിരുന്നു ട്രോളിംഗ് നിരോധനം ഉണ്ടായിരുന്നത്. ഇതിൽ വള്ളങ്ങളായിരുന്നു കടലിലേക്ക് പോവുകയും പിന്നീട് പരിമിതമായ രീതിയിൽ മത്സ്യം അതിൻ്റെ ഒരു വിപണിയിലേക്ക് എത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വില ഉയർന്നിരുന്ന ഒരു സമയം കൂടിയായിരുന്നു. അതിലും കൂടുതൽ ബോട്ടുകൾ കടലിലേക്ക് ഇറങ്ങി. ഏതാണ്ട് വിവിധ മേഖലകളിൽ നിന്ന് ഏതാണ്ട് 4000-ഓളം ബോട്ടുകൾ, കൃത്യമായി 3700-ഓളം ബോട്ടുകളുണ്ടെന്നാണ് പറയുന്നത് കണക്കുകൾ പ്രകാരം. അപ്പോൾ മത്സ്യബന്ധനത്തിനായിട്ട് പോകുമ്പോൾ ഇതിലത്രയും തന്നെ തൊഴിലാളികളുണ്ട്. ഒരു ബോട്ടിൽ തന്നെയും ഒരു 10-12 പേരെല്ലാം തന്നെ വരുന്നതാണ്. മലയാളികളും തമിഴ്നാട് സ്വദേശികളുമായവർ, അതോടൊപ്പം തന്നെയാണ് മറ്റ് ഇതര സംസ്ഥാനത്തു നിന്നുള്ളവരെല്ലാവരും തന്നെ ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. ഇവരുടെ എല്ലാം കഴിഞ്ഞ 1.5 മാസമെന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു ഓരോ കുടുംബങ്ങളിലും ഉണ്ടായിരുന്നത്. വളരെ പ്രതീക്ഷയോടെ കാണുന്നത് പ്രതിസന്ധികൾ പലതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട യെസ്, ഡാനി പോളാണ്. സാങ്കേതിക തകരാറ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഡാനി സൂചിപ്പിക്കുന്നത് അനുസരിച്ച് വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം കടലിലേക്ക് പോകുന്നത്. പക്ഷേ വലിയ തയ്യാറെടുപ്പുകൾ ആണ് ഇവർക്ക് വേണ്ടിവരുന്നത് എന്നതാണ്. പുതിയ വല അല്ലെങ്കിൽ പഴയ വലയുടെ കേടുപാടുകൾ തീർക്കേണ്ടതുണ്ട്. ഈ ബോട്ടുകൾ, മത്സ്യബന്ധന ബോട്ടുകളുടെ കേടുപാടുകൾ തീർക്കേണ്ടതുണ്ട്. ഒപ്പം ഇന്ധന വിലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളുണ്ട്, പണിക്കൂലിയിലെ മാറ്റങ്ങളുണ്ട്, ജീവിത ചെലവ് കൂടി എന്ന യാഥാർത്ഥ്യമുണ്ട്. ഡാനി, തുടരാം. അഭിലാഷ്, അതെ, പറഞ്ഞു പിന്തുടർന്ന കഴിഞ്ഞ 1.5 മാസമായിരുന്നു ഉണ്ടായിരുന്നത്. പലപ്പോഴും തന്നെ ഈ പണത്തിന് വേണ്ടി, ജീവിക്കാനുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും വട്ടിപ്പലിശക്കാരെ എല്ലാം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നൊരു സ്ഥിതിയാണ് ആ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത്. അതിനെയെല്ലാം ഈ കടം മേടിച്ചും എല്ലാം മുന്നോട്ട് പോയ ഒരു കാലം തീർത്തെടുക്കേണ്ടത് ഇനിയുള്ള ദിവസങ്ങളിലാണ്. അങ്ങനെ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് അവർ കടലിലേക്ക് ഇറങ്ങുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പ്രതിസന്ധികൾ എന്ന് പറയുന്നത് ജീവിത ചെലവുകൾ തന്നെയാണ്. അതിനൊപ്പം ഈ കടലിലെ ഈ കാലാവസ്ഥാ വ്യതിയാനം അടക്കമുള്ള എല്ലാ പ്രതിഭാസം അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മത്സ്യലഭ്യത കുറയുന്നു എന്നതടക്കം കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട്. അതിന് കൂടുതൽ ദിവസങ്ങൾ കടലിൽ തങ്ങി അവർക്ക് മത്സ്യബന്ധനം നടത്തുന്നതിന് ഇന്ധന വില ഏതാണ്ട് 5 ദിവസത്തോളമെങ്കിലും കടലിൽ കഴിയേണ്ടി അവർക്ക് വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഇന്ധനം കരുതണം, അതിന് വില കൂടുതലാണ്. അങ്ങനെ പ്രതിസന്ധികളോട് പടവെട്ടിക്കൊണ്ട് തന്നെയാണ് ഇനിയൊരു കാലവും മുന്നോട്ട് പോകേണ്ടത്. എങ്കിലും വളരെ പ്രതീക്ഷയോടെ അവർ കാണുന്നു. കാരണം പണി 1.5 മാസത്തിന് ശേഷം അവർ ഏതാണ്ട് 52 ദിവസത്തിന് ശേഷം അവർക്ക് തിരികെ കിട്ടിയിരിക്കുന്നതിൻ്റെ സന്തോഷം തീരമേഖലകളിലുണ്ട്. വറുതിയുടെ ഒരു കാലത്തിന് സമാപനമാകുന്നു. ഇനി വരുന്നത് ആ ദിവസങ്ങൾ ഒരു സമൃദ്ധിയിലേക്ക് നീങ്ങാം എന്നതെല്ലാം തന്നെ അവർ പ്രതീക്ഷയോടെ കാണുകയും ചെയ്യുകയാണ്. ഏതായാലും ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നു. ഇന്ന് അർദ്ധരാത്രിയോടെ ബോട്ടുകൾ കടലിലേക്ക് തിരിക്കുന്നു. നമ്മൾക്ക് ഈ ഹാർബറുകളിലെല്ലാം ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്നത് ഈ വലയൊരിക്കൽ, അതിൻ്റെ കേടുപാടുകൾ തീർക്കൽ എന്നതുൾപ്പെടെ ഐസ് ഫാക്ടറികൾ, ഇതെല്ലാം സജീവമാകുകയാണ്. അങ്ങനെ ഈ ഒരു തൊഴിലിനോടനുബന്ധിച്ചുകൊണ്ട് മറ്റ് അനുബന്ധ തൊഴിലുകളെല്ലാം തന്നെയുണ്ട്. ഐസ് ഫാക്ടറികൾ അടക്കമുള്ള കാര്യങ്ങൾ, അതിനോടനുബന്ധിച്ചുള്ള ഈ ഓട്ടോ ഗുഡ്സ് ക്യാരിയറുകൾ, ഇതിൻ്റെ എല്ലാം തന്നെ ഒരു സജീവതയിലേക്ക് വരുമ്പോൾ അങ്ങനെ തിരക്കിൻ്റെ, ഉണർവിൻ്റെ, പ്രതീക്ഷയുടെ ഒരു കാലത്തിലേക്ക് ഈ തീരമേഖലകൾ മാറുന്നു എന്നത് ഒരു ആശ്വാസകരമായ കാര്യം തന്നെയാണ്. അഭിലാഷ്, തീർച്ചയായും ഡാനി സൂചിപ്പിക്കുന്ന പോലെ, അതായത് ഒരു വറുതിക്കാലം, തീരദേശത്തെ വറുതിക്കാലം സമാപിക്കുന്നു. അവർ പ്രതീക്ഷയോടുകൂടി ഇന്ന് വീണ്ടും കടലിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു നല്ല ചാകരക്കാലം ആണ് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.